Children, today we are going to deal with our fourth activity. Read the following part from the story. Father, a robot is a wonderful device. Look at the things it can do. Ricky, I don't think so. He's doing more harm than good. Father, you are wrong, Ricky. You don't understand how a robot works. Ricky, I can't agree with you. A robot will be a big problem if it is not properly programmed. Pick out expressions from the passage which show disagreement. തന്നിരിക്കുന്ന പാസേജിൽ ഡിസഗ്രിമെൻ്റ് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് എഴുതാനാണ് നമുക്ക് സ്പേസ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഗ്രിമെൻ്റ് കാണിക്കുന്ന എക്സ്പ്രഷൻസ്? അതെ, ഐ ഡോണ്ട് തിങ്ക് സോ. നെക്സ്റ്റ് വൺ, യു ആർ റോങ് റിക്കി. And the last one is, I can't agree with you. Children, let us do our fifth activity. Let us conduct a debate in the class on we cannot live without mobile phones. നമുക്ക് മൊബൈൽ ഫോൺസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഡിബേറ്റ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യണം. ഫോം 2 ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദ ആർഗ്യുമെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ഒപ്പോസ്. 2 ഗ്രൂപ്പ് ഫോം ചെയ്യുക. ഗ്രൂപ്പ് എ എന്ത് ചെയ്യണം? ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഗ്രൂപ്പ് ബി ഒപ്പോസ് ചെയ്യണം. ഇവിടെ 2 കോളംസ് തന്നിട്ടുണ്ട്. യൂസും അബ്യൂസും എഴുതാൻ. മൊബൈൽ ഫോൺസിൻ്റെ യൂസ് എഴുതാൻ ഫസ്റ്റ് കോളം, മൊബൈൽ ഫോണിൻ്റെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ. പ്രൊവൈഡ്സ് ഡിറക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ട്രാഫിക് കണ്ടീഷൻസ്. Next, provides various forms of entertainments, example, music, videos, games, etc. Next, online shopping and banking can be done at any time and anywhere. And the last one, mobile phones support health and fitness app that helps to maintain a healthy lifestyle. ഇതൊക്കെയാണ് മൊബൈൽ ഫോൺസിൻ്റെ യൂസസ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ആണ് ഗ്രൂപ്പ് എക്കാർ, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകാർ പറയേണ്ടത്. അടുത്തത് അബ്യൂസസ്. വേസ്റ്റ് ടൈം, എക്സസീവ് യൂസ് ആൻഡ് അഡിക്ഷൻ, ഡിസ്ട്രാക്ഷൻ ഇൻ വർക്ക് സ്പേസ്, ഓൺലൈൻ ഹറാസ്മെൻറ്റ് ഓഫൻ കളക്ട്സ് ആൻഡ് ഷെയർ പേഴ്സണൽ ഡേറ്റ, ഹെൽത്ത് ഇഷ്യൂസ്. ഇതൊക്കെയാണ് മൊബൈൽ ഫോൺസിൻ്റെ അബ്യൂസസ്. ഷാൽ വി ഡു അവർ സിക്സ്ത് ആക്ടിവിറ്റി? സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അതെന്താണ്? സ്റ്റോപ്ഡ് വർക്കിംഗ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ഹിയർ ഈസ് ആൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. സാറ അവരുടെ കമ്പനിക്ക് ഒരു ഇമെയിൽ അയച്ചു. എന്തിനാണ്? അത് റിപ്പയർ ചെയ്യാനായിട്ട്. നോക്കൂ, അതിലൊരു ടു അഡ്രസ്സ് ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, ഫ്രം അഡ്രസ്സ് വേണം, പിന്നെന്താണ്, നമ്മുടെ ഒരു കണ്ടൻറ്റ് വേണം, പിന്നെ ആരാണോ അയക്കുന്നത് അവരുടെ പേര് വേണം. അതുപോലെ ഒരെണ്ണമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നോക്കൂ. റിക്കി kept on complaining to his parents about the robot, but they didn't listen to him. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. റിക്കിയുടെ പാരൻസിനോട് റോബോട്ടിനെ പറ്റിയുള്ള കംപ്ലയിൻറ്റ്സ് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അത് വളരെ കാര്യമായിട്ട് എടുത്തില്ല. സോ ഹി ഡിസൈഡ് ടു രജിസ്റ്റർ എ കംപ്ലയിൻറ്റ്. അത് കാരണം അവൻ എന്ത് ഡിസൈഡ് ചെയ്തു? ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ. ടു റീപ്ലേസ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഈ റോബോട്ടിനെ മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് റിക്കി തീരുമാനിച്ചു. കത്തെഴുതാനല്ല, ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ. അവനെ ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ഫ്രം വേണം. ഇമെയിൽ ഐ ഡി ആരാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി. ടു വേണം. ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി. പിന്നെ സബ്ജക്റ്റ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ദ മിസ്പ്രോഗ്രാമിംഗ് ഓഫ് ദ റോബോട്ട്. മിസ്പ്രോഗ്രാം ആയിട്ടുള്ള റോബോട്ടിനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. ഇനി അതിൻ്റെ കണ്ടൻറ്റ് വേണം. My father purchased a robot from your company a few days ago, but it is misprogrammed and faulty. It flinched my belongings. Kindly attend to this issue at the earliest and replace the robot. അപ്പം റിക്കിയുടെ പരാതിയെല്ലാം അതിൽ എഴുതിയിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്?
ഈ ഇഷ്യൂവിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കി അതിനെ റീപ്ലേസ് ചെയ്ത് തരണമെന്ന് റിക്കി ആവശ്യപ്പെടുന്നു. ബൈ റിക്കി. അതാണ് റിക്കി കമ്പനിക്ക് അയച്ച ഇമെയിൽ. നൗ മൂവിങ് ടു അവർ 7th ആക്ടിവിറ്റി. Complete the following crossword puzzle related to household chores following the directions given. നമുക്ക് എന്ത് ചെയ്യണം? തന്നേക്കുന്ന ക്രോസ്വേർഡ് പസിൽസ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് കുറച്ച് ക്ലൂസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കൂ, എക്രോസ് ആയിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. ക്ലീൻ വിത്ത് വാട്ടർ. വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? അതെ, വാഷ്. WASH, വാഷ്. തേർഡ് വൺ, ഫ്രീ ഫ്രം ഡേർട്ട്. അഴുക്കൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്താണ്? ക്ലീൻ. CLEAN, ക്ലീൻ. തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് എടുക്കുന്ന സംഭവം എന്താണ്? അതെ, മോപ്പ്. MOP, മോപ്പ്. ഇനി നമുക്ക് താഴേക്ക് എഴുതാനുള്ളതാണ്. അതിൽ സെക്കൻഡ് വൺ, ക്ലീനിങ് വിത്ത് എ ബ്രൂം. ചൂലുപയോഗിച്ച് തൂക്കുന്നതിന് എന്ത് പറയും? സ്വീപ്പ്. SWEEP, സ്വീപ്പ്. തേർഡ് വൺ, കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോ. എന്തെങ്കിലും ഒന്നിനെ പീസസ് ആക്കി മുറിക്കുന്നതിന് എന്ത് പറയും? ചോപ്പ്. CHOP, ചോപ്പ്. ഇതാണ് നമ്മുടെ ക്രോസ്വേർഡ് പസിൽസിലെ ആൻസേഴ്സ്. We will see with another video very soon. Thank you.